എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന റെസിപ്പി നൂഡിൽസ് ആണ്. വളരെ സിമ്പിളായിട്ട് എന്നാൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ടേസ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് വീട്ടിലെ നൂഡിൽസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 3 പേർക്ക് സെർവ് ചെയ്യാൻ പാകത്തിനാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത്. ഒരു ചെറിയ പീസ് ക്യാരറ്റ്, 2 ചെറിയ പീസ് ക്യാപ്സിക്കം, കളറിലുള്ള ബെൽ പെപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം, ഒരു ചെറിയ പീസ് ക്യാബേജ് എടുക്കാം, ഒരു ചെറിയ പീസ് സ്പ്രിംഗ് ഒണിയൻ. ഇത്രയും ചെറിയ പീസുകളാക്കി നീളത്തിൽ അരിഞ്ഞെടുക്കണം. നമ്മൾ ഫ്രൈഡ് റൈസിന് അരിയണ പോലെയല്ല, നൂഡിൽസിന് എപ്പോഴും നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ നീളത്തിൽ അരിഞ്ഞെടുക്കാം. നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു പകുതി സവാള, ഒരു 10 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ട നൂഡിൽസ് ഹക്ക നൂഡിൽസാണ് എടുക്കുന്നത്. സാധാരണ മാഗി പോലുള്ള നൂഡിൽസ് അല്ല. നൂഡിൽസ് കുറച്ചധികം വെള്ളം ചൂടായതിനു ശേഷം ഉപ്പും ഓയിലും ഒഴിച്ച് വേവിച്ച് ഊറ്റി ഒട്ടും വെള്ളമില്ലാതെ മാറ്റി വയ്ക്കണം. ഇനി നൂഡിൽസ് തയ്യാറാക്കാൻ വേണ്ടി കുറച്ച് ബട്ടർ നന്നായി ചൂടായിട്ടുള്ള ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം, അതുകൂടി ചേർത്ത് കൊടുക്കാം. 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് മുട്ട നന്നായി ചിക്കിയെടുക്കാം. ഈ സമയത്ത് മുട്ട ചിക്കി മാറ്റി വെക്കണം എന്നുള്ളവർക്ക് അത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ കൂടെ തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ചേർക്കുന്നത്. മുട്ട ഒന്ന് സ്ക്രാമ്പിൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ നീളത്തിൽ കനം കുറച്ച് അരിയുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ചിക്കൻ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടാവും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം. നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കാനുള്ളത് ഈ പാൻ എപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഒട്ടും തീ കുറച്ച് വെക്കരുത്. ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം എടുത്ത് അടുത്ത് വെച്ചിട്ട് വേണം ഇത് തയ്യാറാക്കാൻ. ഇനി ഇതിലേക്ക് ഓയിൽ ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ കുറച്ച് നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒന്നും ഒരുപാട് വെന്ത് വഴണ്ട് പോകാൻ പാടില്ല. പകരം നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് ഡ്രൈ ആയി വരണം. ഇനി ഇതിലേക്ക് റെഡ് ചില്ലി സോസ് അല്ലെങ്കിൽ ഗ്രീൻ ചില്ലി സോസ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. 1 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വേവിച്ച് ഊറ്റി ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ എടുത്ത് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നൂഡിൽസ് ചേർത്ത് കൊടുത്ത് 2 സ്പാറ്റിൽ ഉപയോഗിച്ച് ഇതുപോലെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഒരു മിനിറ്റ് മാത്രം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നല്ല ഡ്രൈ ആയി വന്നാൽ നൂഡിൽസ് നല്ല ചൂടോടുകൂടി തന്നെ വിളമ്പാം. ഇതിൽ ചേർത്ത വെജിറ്റബിൾസൊക്കെ ഓപ്ഷനല്ല. പൊതുവേ നമ്മുടെ നൂഡിൽസിൽ ക്യാപ്സിക്കം, ക്യാബേജ്, ക്യാരറ്റൊക്കെ ചേർക്കാറുണ്ട്. അതുപോലെ ചിക്കൻ ചേർക്കേണ്ടാത്തവർക്ക് ചേർക്കണ്ട, എഗ്ഗ് ചേർക്കേണ്ടാത്തവർക്കും ചേർക്കണ്ട. എഗ്ഗ് സെപ്പറേറ്റ് ആയിട്ട് ചേർക്കണമെങ്കിൽ എഗ്ഗും ചിക്കനും എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.